السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ജഡ്ജസ്, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, കേന്ദ്ര ബജറ്റ് താഴെത്തട്ടിലുള്ള മനുഷ്യരെ ശാക്തീകരിക്കുന്നില്ല എന്ന വിഷയത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. ഇന്ന് ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു വിഷയം എടുത്തു സംസാരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ എല്ലാ വർഷവും കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? ഈ പാരമ്പര്യമായ ചോദ്യത്തിന് മറുപടി എന്ന് പറയുന്നത് വളരെ കുറവ്, അല്ലെങ്കിൽ ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നതാണ്. കേന്ദ്ര ബജറ്റ് താഴെത്തട്ടിലുള്ള ജനങ്ങളെ ശാക്തീകരിക്കുന്നില്ല എന്ന നിരീക്ഷണം പലപ്പോഴും വ്യത്യസ്ത അർത്ഥങ്ങളിൽ പറയപ്പെടുന്നു. ചിലർക്ക് ബജറ്റിൽ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന് തോന്നാം. ഉദാഹരണത്തിന് നിത്യാവശ സാധനങ്ങളുടെ വിലവർധന, നിത്യാവശ സാധനങ്ങളുടെ വിലവർധന. ചില ബജറ്റുകൾ നികുതി വർധനവിലൂടെ സാധാരണ ജനങ്ങൾക്ക് അമിതഭാരമായി തോന്നാം. അതുപോലെ തന്നെ സർക്കാർ ചില ക്ഷേമ പദ്ധതികളുടെ ഫണ്ട് കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള അടിയന്തര സേവനങ്ങൾക്ക് പണമിടമാക്കുന്നില്ലെങ്കിൽ അവർക്ക് ഏറെ പ്രയാസം നേരിടേണ്ടി വരും. ഈ വിമർശനം ശരിവെക്കാനോ തള്ളിക്കളയാനോ ബജറ്റിന്റെ സവിശേഷതകൾ, നിർദ്ദേശങ്ങൾ, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹാരം കാണുന്നു എന്നതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. മൊത്തത്തിലുള്ള ബജറ്റ് നിർമ്മാണം ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തനം മാത്രമല്ല, അത് ഒരു രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ഭാവി നിർണയിക്കുന്നതുമാണ്. ഈ നിലയിൽ ഇന്ത്യയിൽ ഒരു പ്രധാന വിഭാഗം ജനങ്ങള്, അതായത് താഴെത്തട്ടിലുള്ളവർ, അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രഥമമായി, എപ്പോൾ കൂടി നമ്മൾ അടിയന്തരമായി ആവശ്യമായ ജീവനോപാധികൾക്കുള്ള കാര്യങ്ങൾ വില കുറയുന്ന തരത്തിൽ നയം കണ്ടാലോ, ശാക്തീകരണം, ഭദ്രത, വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം എന്നിവയെ കുറിച്ചുള്ള പദ്ധതികൾ ബജറ്റിൽ വളരെ ദുർബലമായിട്ടാണ് അത് കിട്ടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭിന്നവേതന തൊഴിലാളികൾ, ചെറുകിട കർഷകർ, സ്മാർട്ട് സിറ്റികളുടെ അരികിലുള്ള പാവപ്പെട്ട ആളുകൾ, അങ്ങനെ ആർഭാടപൂർണമായ പുതിയ പദ്ധതികൾ ബജറ്റിന്റെ പകുതി പോലും ഇവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ വലിയൊരു മാറ്റമുണ്ടായിരുന്നു. അതുപോലെ ദരിദ്രരേഖയിൽ താഴെത്തട്ടിലുള്ളവർക്ക് ലഭിക്കേണ്ട ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള നയങ്ങളും പരാമർശിക്കപ്പെടുന്നു. എന്നാൽ റിയാലിറ്റി ചെക്ക് നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുജനങ്ങൾക്കുള്ള സർക്കാർ ആശുപത്രികളിൽ മരുന്നും സൗകര്യങ്ങളും ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ബജറ്റിൽ ചില പൊതുപദ്ധതികളുടെ പ്രാമുഖ്യം ഉയർത്തി കാണിക്കപ്പെട്ടാൽ മാത്രം മതിയോ? അല്ല, 30 വർഷം മുമ്പ് പറഞ്ഞ പദ്ധതികൾ ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല എന്ന ഒരു പതിവ് ചർച്ചകളായി തുടരുകയാണ് ഇത്. താഴെത്തട്ടിലുള്ളവരെ ശാക്തീകരിക്കാൻ ഭരണകൂടം കൃത്രിമമായ ധനസഹായം നൽകുന്നില്ല. പ്രായോഗികതയിൽ നിന്നും അകന്ന് ഈ ബജറ്റ് അവർക്കിടയിൽ ഉറച്ചമായ ഒരു സാമ്പത്തിക മാറ്റം ഉണ്ടാക്കുന്നതിന് പരാജയപ്പെടുന്നു. എന്നാൽ നമ്മുടെ മൗനം മാറ്റാൻ സമയമെത്തിയിട്ടുണ്ട്. ഈ ബജറ്റ് തടസ്സങ്ങൾ അവസാനിപ്പിക്കുകയും താഴെത്തട്ടിലുള്ളവരുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുകയും അവരുടെ നീതിന്യായം സജീവമാക്കേണ്ടത് നമ്മുടെ ദേശീയത ഉത്തരവാദിത്തമാണ്. എന്ന് മാത്രമല്ല, താഴെത്തട്ടിലുള്ളവർക്ക് ധനവായ്പ നൽകാനും അവരുമായി നേരിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും അവർക്ക് വളർച്ചാ അവസരങ്ങൾ സൃഷ്ടിക്കാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.